ഈ ഒരു വീക്കെൻഡ് ഞാൻ കൂർഗിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സൺഡേ ഈവനിങ് വെറുതെ ഇങ്ങനെ വരാന്തയിൽ നിന്ന് പുറത്തോട്ട് നോക്കി നിൽക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് പോകാമെന്ന് പ്ലാൻ ചെയ്തു. വലിയ പ്ലാൻസ് ഒന്നുമില്ല, റിലേറ്റീവിൻ്റെ വീട് വിസിറ്റ് ചെയ്യണം. കിട്ടിയൊരു സൺഡേ വെറുതെ റൂമിൽ ഇരുന്ന് കളയേണ്ടെന്ന് കരുതി. ഇവർക്ക് എല്ലാവർക്കും ഡേ ഓഫ് ആയിരുന്നു കേട്ടോ. എന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോയത്. കൂടെ വല്യമ്മച്ചിയും ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒരുപാട് ദൂരമില്ല, എന്നാലും ദൂരമുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് കാറും ബസ്സും എൻ്റെ ശത്രുക്കളാണ്. കുറേ നേരം കാറിലോ ബസ്സിലോ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തലവേദന എടുക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകളൊന്നും എനിക്ക് ആസ്വദിക്കാനും പറ്റിയില്ല, വീഡിയോ എടുക്കാനും പറ്റിയില്ല. കുറച്ചു നേരം ഞാൻ കണ്ണടച്ച് പിടിച്ചിരുന്നു. കണ്ണ് തുറന്നപ്പോൾ ദേ ഈ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിരുന്നു. അമ്പലത്തിൽ കയറണമെന്ന് പ്ലാൻ ചെയ്തൊന്നും അല്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും കയറണമെന്ന് ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറി. ഇതൊരു പൂജാ ടൈം അല്ലായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഇതാണ് ശ്രീ വനഭദ്രകാളി ടെമ്പിൾ. കൂർഗിൽ തന്നെ അത്യാവശ്യം ഫേമസ് ആയ ഒരു ടെമ്പിളാണ്. വനഭദ്രയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവർക്കെല്ലാവർക്കും ഭയങ്കര വിശ്വാസമുള്ള ഒരു അമ്പലമാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആദ്യമായിട്ടല്ല വരുന്നത്, പലപ്പോഴായി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിന് ചുറ്റും കാടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസ് ഒരു പ്രത്യേക ഫീലാണ്. കുറച്ചു നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ എവിടെയും നിർത്തുന്നില്ല, നേരെ ചിറ്റപ്പനെ അമ്മമ്മേനെ കാണാൻ പോവുകയാണ്. കണ്ട ആളെ നമ്മൾ വഴി വെച്ച് കണ്ടുമുട്ടി. എന്നാലും അമ്മമ്മേനെ കാണാനായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു വഴി എനിക്ക് എപ്പോൾ വന്നാലും പേടിയാണ്. ഒരു മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലം പോലെയെന്നല്ല, മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലമാണ്. ഓരോ വീടിന് ചുറ്റും തോട്ടങ്ങളാണ്. അപ്പം അടുത്തടുത്ത വീടുകൾ തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടാവും. വിളിച്ചാൽ പോലും ആരും കേൾക്കാത്തൊരു സ്ഥലമാണ്. അങ്ങനെയാണ് ഈ വീടും. തോട്ടത്തിന് നടുക്കാണ് അമ്മമ്മയുടെ വീടുള്ളത്. നമ്മുടെ ഐശ്വര്യം കൊണ്ടാണെന്ന് തോന്നുന്നു ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നു. അവിടുത്തെ കറണ്ട് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഇരട്ടത്ത് നിന്നായിരുന്നു വിശേഷങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. സംസാരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് അമ്മമ്മ പറയുന്നത് ഇന്നലെ ഇവിടെ ആന വന്നിട്ട് പോയതേ ഉള്ളൂ എന്ന്. എന്ത് സിമ്പിളായിട്ടാണ് അമ്മമ്മ പറയുന്നത് ഇന്നലെയും വന്നിട്ട് പോയതേ ഉള്ളൂ എന്ന്. ഓരോ കൊമ്പിലും ഓരോ ചക്കയായിട്ട് പോയ ആനയുടെ കഥയും പറഞ്ഞ് അമ്മമ്മയ്ക്ക് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് അങ്ങോട്ട് വിശപ്പിൻ്റെ വിളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ പെരുമ്പാടിയിലുള്ള പെപ്പർ പാലസിലേക്ക് വിട്ടു. ഫുഡ് അവിടെ നിന്ന് കഴിക്കാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. വീട്ടിലമ്മമ്മ ഒറ്റയ്ക്കാണ്. സോ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് നേരെ അവിടുത്തെ ഒരു ചായ സ്പോട്ടിലേക്ക് വിട്ടു. എനിക്ക് നല്ല തലവേദനയായിരുന്നു. ഒരു ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ചായയൊക്കെ വാങ്ങി. അവർ ഒരു സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീമും വാങ്ങി. ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വാങ്ങി ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. എൻ്റെ മൈൻഡിലാകെ റൂം എത്തണം, ഫുഡ് കഴിക്കണം. അങ്ങനെ നേരെ ചെന്ന് സെർവ് ചെയ്ത് ഫുഡ് കഴിക്കാനിരുന്നു. ഒരു സൺഡേ എങ്ങനെ നമ്മളൊരു മൂവി ഇല്ലാതെ അവസാനിപ്പിക്കും. അങ്ങനെ അവസാനം KGF കണ്ടാണ് ആ ഒരു സൺഡേ പൂർത്തിയാക്കിയത്. അപ്പോൾ ബൈ.